പരിസ്ഥിതി സംരക്ഷണ മാസാചരണത്തിന്റെ ഭാഗമായി ശ്രേയസ് വെളിച്ചംതോട് യൂണിറ്റ് പാതയോര സൗന്ദര്യവൽക്കരണം നടത്തി. പെരിങ്ങോം കൊരങ്ങാട് മുതൽ KP നഗർ വരെയുള്ള ഭാഗത്താണ് പൂച്ചെടികൾ വെച്ചുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചത്. ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസിന്റെ നേതൃത്വത്തിൽ ജൂൺ 30 വരെ പരിസ്ഥിതി സംരക്ഷണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പെരിങ്ങോം കൊരങ്ങാട് മുതൽ KP നഗർ വരെയുള്ള ഭാഗത്ത് പാതയോര സൗന്ദര്യവൽക്കരണത്തിന് തുടക്കം കുറിച്ചു. ശ്രേയസ് വെളിച്ചംതോട് യൂണിറ്റ് നടപ്പാക്കുന്ന സൗന്ദര്യവൽക്കരണ പരിപാടി പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഷജീർ ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മുമ്പിലൊക്കെ നമ്മുടെ പതിവായിരുന്നു പരിസ്ഥിതി ദിനത്തിനോ അല്ലെങ്കിൽ ഗാന്ധി ജയന്തി, ഓഗസ്റ്റ് 15 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിൻ്റെ റോഡരികിലും പൊതുസ്ഥലങ്ങളൊക്കെ ശുചീകരിക്കുന്ന ക്ലബ്ബുകൾ, കുടുംബശ്രീ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും സജീവമായി ഇറങ്ങുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല. ഇന്ന് ഓഗസ്റ്റ് 15 മാക്സിമം ഒരു പായസം കുടിക്കൽ അല്ലേ, പതാക ഉയർത്തലും പായസം കുടിക്കലും ഒതുങ്ങി പരിമിതപ്പെടുത്തി നമ്മളൊക്കെ ചുരുങ്ങി വരികയാണ്. അപ്പം അതിലൊരു മാറ്റം വേണം. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട സാമൂഹിക ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ ഇപ്പം പറയാറുള്ളത്, നമുക്ക് ആനുകൂല്യങ്ങളും അവകാശങ്ങളും മാത്രമല്ല, നമുക്ക് കടമകളും ഉത്തരവാദിത്തങ്ങളും കൂടിയുണ്ട് എന്ന് പൗരന് കൃത്യമായ ബോധ്യം ഉണ്ടാകേണ്ടത്. ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ പൊതുസ്ഥലങ്ങൾ, നമ്മുടെ പരിസ്ഥിതി ചുറ്റുപാടുകൾ ഒക്കെ നമ്മുടെ കൂടി ബാധ്യതയാണ്. അതിൽ ഏതെങ്കിലും അധികാരികൾക്കോ സർക്കാരിനോ മാത്രമുള്ള ബാധ്യതയല്ല. നമ്മളത് ഏറ്റവും നന്നായി പരിപാലിക്കുകയും അത് കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. PV സത്യൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ കോർഡിനേറ്റർ VV നളിനാക്ഷൻ പദ്ധതി വിശദീകരിച്ചു. ജൂൺ 5 മുതൽ 30 വരെ ശ്രേയസ് പ്രതിദാനം ചെയ്യുന്ന എല്ലാ യൂണിറ്റ് സംവിധാനങ്ങളിലും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച പോലെ പരിസ്ഥിതിക്ക് ക്ഷതം സംഭവിക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിലാകെ നടന്നു വരികയാണ്. ഇതിന്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് നമുക്കും വരും തലമുറക്കുമാണ്. അപ്പോൾ നമ്മുടെ കടമ എന്ന് പറയുന്നത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ള മുഖ്യമായ കടമ ഏറ്റെടുത്തുകൊണ്ട് ശ്രേയസിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പരിപാടികൾ നമ്മൾ ഈ കാലയളവിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് 240-ലേറെ പൂച്ചട്ടികൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് ചെറുപുഴ പട്ടണത്തെ ആകെ സൗന്ദര്യവൽക്കരണത്തിലേക്ക് നയിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നടുവിൽ പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് നടുവിൽ പട്ടണത്തിൽ ഇതുപോലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. മേഖലാ കോർഡിനേറ്റർ ഷാജി മാത്യു, CDO ജോയ്സി രാജു, KB അജിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിങ്ങോം. ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ. സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട. എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം. സ്കൂൾ, കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം. വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തര മലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല. ഇതൊക്കെ എവിടെയെന്നല്ലേ? ബാഗ് ബസാറിൽ. അല്ല പിന്നെ, ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം. ഒപ്പം റെയിൻ കോട്ടുകൾ, കുടകൾ, വാട്ടർ ബോട്ടിലുകൾ, ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട്. 30 വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണിയിൽ കുരുങ്ങേണ്ട. നേരെ വേഗം ബാഗ് ബസാറിലേക്ക് വന്നോളൂ. ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്കിൽ തിരഞ്ഞെടുത്തോളൂ. ബാഗ് ബസാർ, നിയർ ഹോട്ടൽ ടോപ്പ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. മൊബൈൽ 9895111161 and 9072702082. Bag Bazaar, Balaji Tower opposite Grand Tejas, New Bus Stand, Payyanur.